നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗവിയിൽ നിന്ന് മടങ്ങുകയാണ് എന്നുള്ളത്. ആ ഗവിയിൽ നിന്ന് മടങ്ങുന്നതിന് ഒന്ന് രണ്ട് സൈറ്റ് സീയിങ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏലപ്പാറയെ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണുന്ന ടൗണാണ് ഏലപ്പാറ. ഏലപ്പാറ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് വാഗമണ്ണിലേക്ക് പോകാൻ. ഏലപ്പാറ ടൗണിൽ നിന്നാണ് തിരിയുക. ആ ദൂരെ കാണുന്നതാണ് ഏലപ്പാറ. ഈ മലമടക്കുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷമാണ് അവിടെ എത്തുള്ളൂ. കുറച്ച് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകണം. ഏതായാലും രണ്ട് സൈഡും നല്ല അടിപൊളി ചായത്തോട്ടങ്ങളാണ്. റോഡൊക്കെ നല്ല ഉഷാർ റോഡാട്ടോ, പണിയെടുത്ത റോഡാണ്. ചായത്തോട്ടങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ചായത്തോട്ടങ്ങളാണ്, കാണാൻ നല്ല രസമുള്ള സൈസാണ്. ഏതായാലും ഈ കുമളി തേക്കടി ഭാഗത്തു നിന്നൊന്നും വരുമ്പോൾ കൂടുതൽ ആരും ഈ വഴിയൊന്നും വരാൻ സാധ്യതയില്ല. ഈ വഴി വരുന്നത് ഒട്ടും നഷ്ടാവില്ല കേട്ടോ. അടിപൊളി റൂട്ടാണ്. എൻ്റെ ക്യാമറയിലെ ക്ലാരിറ്റി നിങ്ങൾ നോക്കണ്ട, വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ക്യാമറയാണ്. പക്ഷേ സംഭവം അടിപൊളി റൂട്ടാണ്, നല്ല കാഴ്ച ഭംഗിയുള്ള സ്ഥലമാണ്. ഇനി വാഗമണ്ണിലേക്കാണ് പോകുന്നത്. വാഗമണ്ണിൽ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് ഇറങ്ങും. ആ വഴിയൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. ഇതാ ഏലപ്പാറ എത്തിയിട്ടുണ്ട്. ഏലപ്പാറ നിന്ന് ഇനി തിരിയണം. ഏലപ്പാറ നിന്ന് തിരിഞ്ഞിട്ടാണ് പിന്നെ വാഗമൺ പോവുക. ഇതാ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഏലപ്പാറ ബോർഡ്, വാഗമണ്ണിലേക്കുള്ള വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞ് പോവാണ്. ടൗണൊക്കെ കുഴപ്പം നല്ല ഭംഗിയുള്ള ടൗണാണ്, നീറ്റായിട്ട് നിൽക്കുന്ന ടൗണാണ് ഈ ഏലപ്പാറ എന്ന് പറഞ്ഞാൽ. അടിപൊളി നീറ്റ് ഇതാണ്. നല്ല നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ സ്റ്റൈലുള്ള സൈസാണ്, വൃത്തിയൊക്കെ അടിപൊളിയാണ്. ഇത്തരം റോഡുകളൊന്നും ഈ മലയോര മേഖലയിലല്ലാതെ എവിടെയും കാണില്ല. ഇത്തരം ടൗണുകളൊന്നും വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. ഏതായാലും ഞങ്ങളിനി വാഗമണ്ണിലേക്ക് തിരിയാണ്. ഈ റോഡാണ് വാഗമണ്ണ്. ടൗണൊക്കെ ഒരു ശാന്തമായി നിൽക്കുകയാണ്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഇതുവഴി കടന്നു വരുന്നത്. അങ്ങനെ ഏലപ്പാറ ടൗണും കഴിയാൻ പോവാണ്. ഏലപ്പാറ ടൗണ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് റോഡുകളൊക്കെ നമുക്ക് നോക്കുക. ഏതായാലും ഏലപ്പാറ ടൗണിൽ വലിയ തിരക്കുകളൊന്നുമില്ല കേട്ടോ, ആളും കുറവാണ്. ഇവിടുത്തെ ആളുകൾ അത്രേ ഉള്ളൂ എന്നറിയില്ല. ഏതായാലും റോഡിൻ്റെ ഘടനകളൊക്കെ മാറിയിട്ടുണ്ട്, വലിയ ഭംഗിയുള്ള റോഡൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. റോഡ് മറ്റൊരു വെർഷനായിട്ടാണ് കാണുന്നത്. ഏതായാലും കാഴ്ച അടിപൊളിയാണ്. ദൂരെ നല്ല അടിപൊളി ചായത്തോട്ടങ്ങൾ, മലകളൊക്കെ ഫുള്ളി ചായ ആയിട്ട് കിടക്കുകയാണ്. അല്ല, കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ, എന്താ ഭംഗി. റോഡ് ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല റോഡാണ്. ഏതായാലും ഇനി വാഗമണ്ണിലെത്തണം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. പക്ഷെ വലിയൊരു ചൂടൊന്നുമില്ല. റോഡിൻ്റെ രീതികളൊക്കെ മാറി ഒരു ചെറിയ റോഡായി മാറി തുടങ്ങുകയാണ്. ഏതായാലും പോവുകയാണ്. ഇനി നോക്കുക എങ്ങനെയുണ്ട്. റോഡ് ചെറിയ തകരാറുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. റോഡ് ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കടന്നു. നമ്മളിപ്പോൾ പ്രധാന റോഡിൽ നിന്ന് മാറി. ഈ വാഗമണ്ണിലേക്കുള്ളത് അത്ര വലിയൊരു പ്രാധാന്യം ഇല്ലാത്ത റോഡാണ്. എന്നാലും പരമാവധി നല്ല റോഡ് തന്നെ കേട്ടോ, നല്ല റോഡ്. ചായത്തോട്ടങ്ങൾ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ചായത്തോട്ടങ്ങളാണ്. നമുക്ക് ഒരു മാനസികമായൊരു സുഖം കിട്ടുന്ന റൂട്ടാണ് ഇതൊക്കെ. അടിപൊളി റൂട്ട് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട. സംഭവം ഈ വരികയാണെങ്കിൽ ഒരു വഴി ഇതുവഴി പിടിച്ചോണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അടിപൊളിയാണ്. എത്ര പറഞ്ഞാലും തീരൂല. ഞാൻ നേരത്തെയും പറഞ്ഞു നല്ല വഴിയാണെന്നുള്ളത്. ഒരു ടൗണ് വിട്ടാൽ പിന്നെ ഒരു ചായക്കടയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ചായ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിന് അടുത്തൊരു അങ്ങാടി എത്തിച്ചേരണം. വഴിയിൽ ടീ സ്റ്റാള് അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ പിന്നെ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ കുറേ സ്ഥലം വിജനമായിട്ട് ഒരു വലിയ കടകളോ ഈ ഒക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായത് കൊണ്ടാവാം
കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങ് അടുത്തൊരു ടൗൺ എത്തിച്ചേരുന്നത് വരെ അങ്ങ് വിജനമായി കിടക്കുകയാണ്. എസ്റ്റേറ്റ് ആയിരക്കണക്കിന് ഏക്കർ ഉള്ള എസ്റ്റേറ്റുകളല്ലേ. അതുകൊണ്ടാണ് തോന്നുന്നു വലിയ ഒരു ചായക്കട ഒന്നും കാണാനില്ല ഇടക്കിടക്ക്. അതപ്പോൾ വേറെ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കിടന്നത്. നല്ല ഒരു സൈഡ് ചെരിഞ്ഞ സ്ഥലമാണ്, മലമടക്കുകളാണ്. മലമടക്കുകൾക്കിടയിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. വലിയ കയറ്റമൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് ഇതിന് പ്രത്യേകത. കയറ്റമൊന്നും അനുഭവപ്പെടാത്തുള്ള റോഡുകളാണ്. അങ്ങനെ മണിക്കൂറുകളോളം ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യണം. എന്നാലാണ് നമ്മൾ വാഗമൺ എത്തിച്ചേരുള്ളൂ. ഈ യാത്ര തന്നെ നമുക്കൊരു മാനസിക സുഖം കിട്ടുന്ന ഒരു യാത്രയാണ്. ട്രാഫിക് ബ്ലോക്കില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഏലപ്പാറ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായക്കട നോക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഞങ്ങൾക്കൊരു ചായക്കട കിട്ടിയില്ല. ഏതായാലും ഇനി വാഗമണ്ണ് പോയിട്ടേ ചായടി നടക്കുള്ളൂ തോന്നുന്നു. ഏതായാലും നല്ല അടിപൊളി ശുദ്ധമായുള്ള സ്ഥലമാട്ടോ. നല്ല സുഖം. ഇവിടുന്ന് ഒരു പ്രത്യേക എനർജിയാണ്. പൊല്യൂഷൻ്റെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലം. ഈ ചായകൾക്കിടയിലുള്ള ഈ മരം വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പ്രത്യേക കാറ്റാടിമാരി എന്തോ ഒരു മരം ഉണ്ടല്ലേ ചായത്തോട്ടത്തിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിക്കണേ, അതെന്തിനു വേണ്ടി വെച്ച് പിടിപ്പിക്കണമെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ട് നമുക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അറിയുന്നവരാരെച്ചെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരണേ. റോഡ് നമുക്കിപ്പോൾ ചെറുതായി ഇങ്ങനെ വരിക കേട്ടോ. വളവും തിരിവൊക്കെ കൂടി വരികയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ തന്നെ കാരണം ഈ റോഡിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഭംഗിയാണ്. ഈ പോകുന്ന വഴിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഇനി നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യും. ആ വീഡിയോ വാഗമണ്ണ് ചെന്നിട്ടുള്ള വീഡിയോ, അവിടുത്തെ സൈറ്റ് സീയിങ്ങുകൾ, പിന്നെ അവിടുന്ന് നമ്മൾ തൊടുപുഴയ്ക്ക് ഇറങ്ങുമ്പോൾ ആ വിജനമായ റോഡുണ്ട്, അത് രണ്ടും കൂടിയാണ് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഏതായാലും ഇനി ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് ആലപ്പുഴ തിരുവനന്തപുരം ഒക്കെ ഒന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ പിറ്റത്തെ വീഡിയോ എപ്പിസോഡുകളായിട്ട് അങ്ങനെ ഇടാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അത് അടിപൊളി ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. നല്ല നൊസ്റ്റാൾജിക് ഗ്രാമങ്ങൾ, ടൗണിൽ പാർക്കുന്നവർക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന സൈസുള്ള കവലകളാണ്. ചായത്തോട്ടത്തിന് ഒരു മാറ്റമില്ല. ഈ ഒരു സൈഡും ചായത്തോട്ടം. റോഡ് ചെറുതായി വന്നു, ചില ആൾത്താമസമൊക്കെ ഉള്ള സ്ഥലങ്ങളായി തുടങ്ങി. ഈ എസ്റ്റേറ്റ് മാത്രമല്ല. ഏതായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.